ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് വൈകുന്നേരം ഞാൻ വെറുതെ നമ്മളെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയതാട്ടോ. ചെടികളുടെ ഒക്കെ പാടെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം നനഞ്ഞിട്ടുണ്ടാവും ചെടികളൊക്കെ. അപ്പം ഞാൻ 2 ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറേ ഉണങ്ങിയതും പൊഴിഞ്ഞതും ഒക്കെ ആയി വൃത്തികേടായി കിടക്കുന്ന ചെടീൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി വെട്ടി ഒതുക്കി കൊടുത്താൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും തോന്നി. അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ അനാവശ്യമായിട്ട് മുളച്ചു വന്ന പുല്ലുകളും ആവശ്യമില്ലാത്ത ഓരോ ചെടീൻ്റെ തൈകളും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലൊക്കെ നമ്മൾ നല്ലോണം കെയർ ചെയ്ത് നമ്മളെ മക്കളെ നോക്കണ പോലെ നോക്കിക്കൊണ്ട് നടന്നാൽ തന്നെയാണ് നമ്മൾ ഗാർഡനും പരിസരവും നമ്മൾ ഉണ്ടാക്കിയ ചെടികളും മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. സിസി പ്ലാന്റൊക്കെ ഇതാ ഞാൻ കൊണ്ടുവന്ന് വെക്കുമ്പോൾ രണ്ട് തണ്ടേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇതാ കുറേ തണ്ടായുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റിൻ്റെ ആണ് സിറ്റ് ഔട്ടിൽ ഞാൻ വെച്ച ചെടികളുടെ കേട്ടോ ഇന്ന് ഞാൻ ചെയ്യണത്. കൂടുതൽ ചെയ്യാൻ ഇന്നിപ്പോൾ തൽക്കാലം ടൈമില്ല. ഉള്ള സമയത്ത് മാക്സിമം ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് മാറ്റി വെക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം ഞാൻ ചെടികളെ കൂടെ കേട്ടോ ചിലവഴിക്കാം. അതിനൊക്കെ മറ്റുള്ളവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തലുണ്ട്, കളിയാക്കലുണ്ട്, ചിലരൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ കൂടെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മളെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വാക്കുകൾ കേട്ടാൽ നമുക്ക് സന്തോഷം. മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഏത് നേരം ഈ ചെടീൻ്റെയും മണ്ണിൻ്റെയും കൂടെ ഇങ്ങനെ കളിച്ച് നടന്നാൽ. എൻ്റെ വീട്ടിലുള്ള ഒരാൾ എന്നെ പറഞ്ഞിട്ടുണ്ടോ ഏത് നേരം മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കണം പണിയാന്ന്. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കണ കാര്യമല്ല. പക്ഷെ എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഇതുവരെ ചെയ്ത പണികളിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു പണി ഈ ചെടികൾ നടുക, കുറച്ച് കഴിയുമ്പോൾ ചട്ടി മാറ്റുക, ഈ ഉണങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനത്തെ ഈ ചെടീനെ കെയർ ചെയ്ത് കൊണ്ടെടുക്കുന്ന കാര്യത്തിൽ ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് അത് മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഈ ചെടീനെ സ്നേഹിക്കണ ചെടികളുടെ കൂടെ എപ്പോഴും ഇങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു വീട്ടിൽ ആ മുറ്റത്തും പറമ്പിലും അല്ലെങ്കിൽ ടെറസിലും സിറ്റ് ഔട്ടിലും ഒക്കെ ആയിട്ട് കുറച്ച് ചെടികൾ നല്ല ഭംഗിയോടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പിന്നാലെ നടന്നിട്ടാവും. അത് അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലായിട്ടും അവർക്ക് വേറെ എന്തെങ്കിലും തലക്കസുഖം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അവർ അത്രത്തോളം ഹാപ്പി ആയിട്ട് അത്രത്തോളം സന്തോഷത്തോടു കൂടി ചെയ്യണോണ്ടാണ് ഓരോ ചെടികളും നല്ല ഭംഗിയിലും വൃത്തിയിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യാനുള്ള ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ഈ ചെടികളെ നോക്കലാണെന്ന്. അതിലെത്ര പൈസ മുടക്കാനും ചട്ടി വാങ്ങാനും സ്റ്റാൻഡ് വാങ്ങാനായാലും ഒക്കെ എത്ര പൈസ മുടക്കാറും എനിക്കൊരു മടിയില്ല. പക്ഷേ എന്ന് വെച്ച് അനാവശ്യമായിട്ട് വാങ്ങി കൂട്ടാറുമില്ല. പിന്നെ മരുന്നുകൾ, വളങ്ങൾ അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ വാങ്ങി നോക്കിയിട്ടില്ല. ഇനി ഭാവിയിൽ ചെയ്യുമോയെന്ന് അറിയില്ല. കാരണം നമുക്ക് വളരെ സ്ഥലപരിമിതി ഉണ്ട്. അപ്പോൾ ഉള്ള സ്ഥലത്തിൽ എന്നെക്കൊണ്ട് കഴിയണ പോലെയൊക്കെ ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും കേട്ടോ. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കൂടെ കൂടിക്കോട്ടെ. അവരുടെ സജഷൻസൊക്കെ എന്താണെന്ന് അറിയാമല്ലോ.